നമസ്തേ. വാൽമീകി രാമായണം ബാലകാണ്ഡം തുടരുന്നു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇനി ഷഷ്ടിതമ സർഗ 66-ാം സർഗമാണ്. ജനകേന ധനുർലാഭപ്രകാര വർണ്ണനം. സീതോൽപത്തി കഥനം ച. ജനകൻ തനിക്ക് വില്ലു ലഭിച്ച പ്രകാരത്തെയും സീതയുടെ ജനനത്തെയും പറ്റി പറയുന്നു. ജനകരാജാവിൻ്റെ അടുത്ത് ഇനി മിഥിലാപുരിയിലാണ് വില്ലുടിക്കുന്ന ഭാഗമാണ് ഇനി വരുന്നത്. സീതാദേവിയെപ്പറ്റിയും ശാപത്തെപ്പറ്റിയും വിശദമാക്കുന്നു ജനകരാജാവ്. തതപ്രഭാതേ വിമലേ കൃതകർമാ നരാധിപ വിശ്വാമിത്രം മഹാത്മാനമാജുഹാവസരാഘവം തമർച്ചയിത്വാ ധർമാത്മാ ശാസ്ത്രദൃഷ്ടേന കർമ്മണാ രാഘവൗ ച മഹാത്മാനൗ തഥാ വാക്യമുവാചഃ. ഭഗവൻ സ്വാഗതം തേ അസ്തു കിം കരോമി തവാനഘ ഭവാനാജ്ഞാപയതു മമാജ്ഞോപ്യോ ഭവതാഹ്യഹം. ഏവമുക്തസ്തു ധർമാത്മാ ജനകേന മഹാത്മനാ പ്രത്യുവാച മുനിശ്രേഷ്ഠോ വാക്യം വാക്യവിശാരദഃ. പുത്രൗ ദശരഥസ്യേമൗ ക്ഷത്രിയൗ ലോകവിശ്രുതൗ ധനുർവേദുവിശേഷജ്ഞൗ കുശലൗ രാമലക്ഷ്മണൗ ദൃഷ്ടുകാമൗ ധനുശ്രേഷ്ഠം തദേതത്ത്വയി തിഷ്ഠതി. ഏതദ്ദർശയ ഭദ്രം തേ കൃതകാമൗ നൃപാത്മജൗ ദർശനാദസ്യ ധനുഷോ യഥേഷ്ടം പ്രതിയാസ്യദഃ. ഏവമുക്തസ്തു ജനക പ്രത്യുവാച മഹാമുനിം ശ്രൂയതാമസ്യ ധനുഷോ യദർത്ഥമിഹ തിഷ്ഠതി. ദേവരാജ ഇതി ഖ്യാതോ നിമേഷഷ്ടോ മഹീപതി. ന്യാസോऽയം തസ്യ ഭഗവൻ ഹസ്തേ ദത്തോ മഹാത്മനാ ദക്ഷയജ്ഞവധേ പൂർവം ധനുരായമ്യ വീര്യവാൻ രുദ്രസ്തു ത്രിദശാൻ രോഷാത് സലീലമിതമബ്രവീത്. പിറ്റേന്നാൾ പുലർന്ന് നല്ല പ്രകാശമായപ്പോൾ പ്രാതകാലകൃത്യങ്ങളെ ചെയ്തു തീർത്തവനായ രാജാവ് രാഘവന്മാരോടും കൂടെ മഹാത്മാവായ വിശ്വാമിത്ര മഹർഷിയെ യാഗശാലയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആ ധർമാത്മാവ് അദ്ദേഹത്തെയും മഹാത്മാക്കളായ ശ്രീരാഘവന്മാരെയും ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ട വിധിപ്രകാരം സൽക്കരിച്ച ശേഷം പിന്നെ ഇപ്രകാരം വാക്യത്തെ ഉര ചെയ്തു. എപ്രകാരമുള്ള കഷ്ടങ്ങളിൽ നിന്നും നിവർത്തിപ്പിക്കുന്നവനായ ഹേ ഭഗവാനെ, നിന്തിരുവടി ഇങ്ങെഴുന്നള്ളിയതിനാൽ ഞാൻ നിന്തിരുവടിയങ്ങൾ കൽപ്പിക്കപ്പെടേണ്ടവനാകുന്നു. ആയതുകൊണ്ട് ഭവാൻ എന്നെ ആജ്ഞാപിച്ചാലും നിന്തിരുവടിക്ക് ഞാനിപ്പോൾ ചെയ്യേണ്ടത് എന്തോന്നാണ്? മഹാത്മാവായ ജനക മഹാരാജാവിനാൽ മേൽപ്രകാരം ഉര ചെയ്യപ്പെട്ടതിനെ കേട്ട ധർമ്മശീലരും വാക്യജ്ഞനുമായ മുനിവരൻ ഇപ്രകാരം വാക്യത്തെ മറുപടി അരുളി ചെയ്തു. ഈ രണ്ടു ക്ഷത്രിയന്മാരും ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാർ ശ്രീരാമനെന്നും ശ്രീലക്ഷ്മണനെന്നും വിളിക്കപ്പെടുന്നു. ധനുർവേദ രഹസ്യങ്ങളെ നന്നായി ഗ്രഹിച്ചവരെന്നും ധർമ്മശീലരെന്നും ലോകമെങ്ങും പുകഴ് പൂണ്ടവർ. അവിടുത്തെ പക്കൽ യാതൊരു ഉത്തമമായ വില്ലിരിക്കുന്നുണ്ടോ അതിനെ കാണുവാൻ അവർ ഇച്ഛിക്കുന്നു. ഈ വില്ലിൻ്റെ മഹിമയാൽ അവിടുത്തേക്ക് മംഗളം ഭവിക്കും. ഇതിനെ വരുത്തി കാണിച്ചു കൊടുത്താലും. ചക്രവർത്തി കുമാരന്മാരിരുവരും മനോരഥം സാധിച്ചവരായി തിരുവുള്ളം പോലെ ഇക്കാര്യത്തിൽ നടന്നുകൊള്ളും. മേൽപ്രകാരം ആവശ്യപ്പെടപ്പെട്ട ജനക മഹാരാജാവും ഇക്കാര്യത്തിൽ ഇപ്രകാരം മാമുനിയോടായി മറുമൊഴിയുരച്ചു. ഇവിടെ ഈ വില്ല് യാതൊരു കാരണമായി ഇരിക്കുന്നുണ്ടോ അപ്രകാരമുള്ള ഈ വില്ലിനെ പറ്റി ഞാൻ പറയുന്നതിനെ കേട്ടുകൊണ്ടാലും. നിമി ചക്രവർത്തിയിൽ നിന്ന് 6ാമത്തെ ചക്രവർത്തിയായി ദേവരാജൻ എന്ന് പ്രസിദ്ധിയാർന്ന മഹാനുണ്ടായിരുന്നു. ഭഗവാനെ, അദ്ദേഹത്തിൻ്റെ വശം സൂക്ഷിപ്പാനായി ഇത് മഹാത്മാവായ പരമേശ്വരനാൽ കൊടുക്കപ്പെട്ടു. മഹാശക്തിമാനായ രുദ്രഭഗവാൻ പണ്ട് കോപാവേശത്താൽ ദക്ഷന്റെ യാഗത്തെ മുടക്കം ചെയ്യുന്ന സമയം വില്ലിനെ കയ്യിലെടുത്തുകൊണ്ട് ദേവന്മാരെ നോക്കി പരിഹാസമായി ഇപ്രകാരം അരുൾ ചെയ്തു.
യസ്മാത് ഭാഗാർത്ഥിനോ ഭാഗാന്നാകൽപ്പയതമേ സുരാः വരാങ്കാനി മഹാർഹാണി ധനുഷാ സാധയാമി വ തതോ വിമാനസഃ സർവേ ദേവാ വൈ മുനിപുങ്കവ പ്രസാദയന്തി ദേവേശം തേഷാം പ്രീതോ അഭവദ്ഭവഃ പ്രീതിയുക്തഃ സ സർവേഷാം ദദൗ തേഷാം മഹാത്മനാം തദേതദ്ദേവദേവസ്യ ധനുരത്നം മഹാത്മനഃ ന്യാസഭൂതം തദാന്യസ്തമസ്മാകം പൂർവകേ വിഭോ അഥ മേ കൃഷത ക്ഷേത്രം ലാംഗലാദുത്ഥിതാ പുരാ ക്ഷേത്രം ശോധയതാ ലബ്ധാ നാംനാ സീതേതി വിശ്രുതാ ഭൂതലാദുത്ഥിതാ സാധു വ്യവർത്ഥതമമാത്മജാ വീര്യശുൽക്കേതി മേ കന്യാ സ്ഥാപിതേയമയോ നിജാ ഭൂതലാദുത്ഥിതാം താം തു വർദ്ധമാനാം മമാത്മജാം വരയാമാസുരാഗമ്യ രാജാനോ മുനിപുങ്കവ തേഷാം വരയതാം കന്യാം സർവേഷാം പൃഥിവീക്ഷിതാം വീര്യശുൽക്കേതി ഭഗവൻ ന ദദാമി സുതാമഹം തത സർവേ നൃപതയ സമേത്യ മുനിപുങ്കവ മിഥിലാമഭ്യുപാഗമ്യ വീര്യജിജ്ഞാസവസ്തദാ. അല്ലേ ദേവന്മാരെ, യാഗത്തിൽ ഹവിർഭാഗത്തെ ആവശ്യപ്പെട്ട എനിക്ക് തക്കതായ ഓഹരികളെ നിങ്ങൾ നൽകിയില്ല. അതിനാൽ നിങ്ങളുടെ മേന്മയേറിയ അണികൾ പൂണ്ട ശിരസ്സുകളെ വില്ലുകൊണ്ട് കൊയ്തു കളയാം. ഹേ മുനിവര്യ, അപ്പോൾ ദേവന്മാർ എല്ലാവരും മനസ്സു കലങ്ങിയവരായി പരമശിവനെ പുകഴ്ത്തി പ്രാർത്ഥന ചെയ്യുകയായി. ശിവനും അവരിൽ പ്രസാദിച്ചവനായി ഭവിച്ചു. ആ മഹാത്മാക്കൾ എല്ലാവരിലും പ്രസാദിച്ചവനായ അദ്ദേഹം ഈ വില്ലിനെ അവരുടെ പക്കൽ കൊടുത്തു. പ്രഭു, മഹാത്മാവായ പരമശിവന്റെ ആ ശ്രേഷ്ഠ ധനുസ്സാകുന്നു ഇത്. നമ്മുടെ പൂർവികന്റെ പക്കൽ അക്കാലം ശിവാജ്ഞയാൽ ദേവന്മാരാൽ പൂജിപ്പാനായി കൊടുക്കപ്പെട്ടു. പണ്ടൊരിക്കൽ യാഗഭൂമിയെ ഞാൻ ഉഴുതുകൊണ്ടിരിക്കുമ്പോൾ ഉഴവുചാലിൽ നിന്നും ഒരു പെൺകുട്ടി പുറത്തു വന്നു. യാഗഭൂമിയെ ശുദ്ധി ചെയ്യുന്നവനായ എന്നാൽ എടുക്കപ്പെടുകയും ചെയ്തു. അതുമുതൽ സീത എന്ന പേരിനാൽ പ്രസിദ്ധയായി തീർന്നു. ഗർഭവാസമില്ലാത്തവളായി ഭൂമിയിൽ നിന്നും എനിക്ക് ലഭിക്കപ്പെട്ടു. പ്രത്യക്ഷ മഹാലക്ഷ്മിയായ ഈ കന്യകയും എൻ്റെ പുത്രിയായി വളർന്നു വന്നു. ഇക്കാരണത്താൽ വീര്യത്തിന് സമ്മാനമായി പ്രാപിക്കപ്പെടേണ്ടവളായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. ഹേ മഹർഷിവര്യ, ഭൂമിയിൽ നിന്നും ഉളവായവളും എൻ്റെ പുത്രിയായി വളർന്നു വരുന്നവളും ആയ അവളെ രാജാക്കന്മാർ വന്ന് വിവാഹം ചെയ്യുവാൻ ആവശ്യപ്പെട്ടു. സ്വാമിൻ, കന്യകയെ വിവാഹം ചെയ്യുവാൻ ഇച്ഛിച്ചവരായ ആ ഭൂപാലന്മാർ ആർക്കും വീര്യശുൽക്ക എന്നുള്ള കാരണത്താൽ പുത്രിയെ ഞാൻ നൽകിയില്ല. ഹേ മുനിശ്രേഷ്ഠ, അപ്പോൾ അക്കാരണത്താൽ രാജാക്കന്മാർ എല്ലാവരും കൂടി മിഥിലയ്ക്ക് വന്ന് പന്തയം എന്തെന്നറിവാനായി ആവശ്യപ്പെട്ടു. തേഷാം ജിജ്ഞാസമാനാനാം വീര്യം ധനുരുപാഹൃതം ന ശേഖുർഗ്രഹണേ തസ്യ ധനുഷസ്തോലനേ അഭിവാ തേഷാം വീര്യവതാം വീര്യമൽപം ജ്ഞാത്വാ മഹാമുനേ പ്രത്യാഖ്യാതാ നൃപതസ് യസ്തന്നിബോധ തപോധന തത പരമകോപേന രാജാനോ മുനിപുങ്കവ അരുന്ധൻ മിഥിലാം സർവേ വീര്യസന്ദേഹമാഗതാഃ ആത്മാനമവധൂതം തേ വിജ്ഞായ നൃപപുങ്കവാഃ രോഷേണ മഹദാവിഷ്ടാ പീഡയൻ മിഥിലാം പുരീം തത സംവത്സരേ പൂർണേ ക്ഷയം യാതാനി സർവശ സാധനാനി മുനിശ്രേഷ്ഠ തദോ അഹം ഭൃശദുഃഖിത തദോ ദേവഗണാൻ സർവാൻ താപസാഹം പ്രസാദയം ദതുശ്ച പരമപ്രീതാശ്ചതുരംഗബലം സുരാഃ തദോ ഭഗ്നാ നൃപതയോ ഹന്യമാനാദിശോ യയുഃ അവീര്യാ വീര്യസന്നിഗ്ധാ സാമാത്യാ പാപകാരിണഃ തദേതന്മുനിശാർദൂല ധനു പരമഭാസ്വരം രാമലക്ഷ്മണയോശ്ചാപി ദർശയിഷ്യാമി സുവ്രത. മിഥിലയ്ക്ക് വന്ന പന്തയം എന്തെന്ന് അറിവാൻ ആഗ്രഹിച്ചവരായ അവർക്ക് വേണ്ടി വില്ല് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കപ്പെട്ടു. ആ വില്ലിനെ പൊന്തിച്ചു നിർത്തുവാനാകട്ടെ കൈകൊണ്ടെടുപ്പാൻ കൂടിയാകട്ടെ അവരാരും ശക്തരായില്ല.
ഹേ തപോനിധിയായ മുനിവര്യ, കേട്ടാലും. വീര്യവാന്മാരായ അവരുടെ ശക്തി മതിയാകാത്തതെന്ന് അറിഞ്ഞ് ആ രാജാക്കന്മാർ അതിനാൽ തിരസ്കരിക്കപ്പെട്ടു. ഹേ മുനിശ്രേഷ്ഠ, അക്കാരണത്താൽ രാജാക്കന്മാർ എല്ലാവരും തങ്ങളുടെ വീര്യത്തിനു സംഭവിച്ച കോട്ടത്തെ മനസ്സിൽ കൊണ്ടവരായി അതികോപത്തോടെ മിഥിലയെ വളഞ്ഞു. ആ നൃപവരന്മാർ തങ്ങൾക്കു നേർന്നതായ അപമാനത്തെ വലുതായി നനച്ച് അതിയായ കോപം ഉൾക്കൊണ്ടവരായി മിഥിലാപട്ടണത്തെ ഉപദ്രവിച്ചു. ഹേ മുനിവര, അപ്പോൾ ഒരാണ്ട് തികഞ്ഞതോടുകൂടി തന്നെ എൻ്റെ സൈന്യങ്ങൾ എല്ലാം നാശത്തെ പ്രാപിച്ചു. അതിനാൽ ഞാൻ ഏറ്റവും ദുഃഖിതനായി തീർന്നു. അപ്പോൾ ഞാൻ ദേവഗണങ്ങൾ എല്ലാവരെയും തപസ്സുകൊണ്ട് ആരാധിച്ചു. ദേവന്മാർ അതിസന്തുഷ്ടരായി. അതിനാൽ ചതുരംഗസേനയെ വരമായി തന്നു. ന്യായരഹിതമായ കൃത്യത്തിൽ ഏർപ്പെട്ടിരുന്നവരായ ആ രാജാക്കന്മാർ അതിൽ നിന്നും അടിച്ചോടിക്കപ്പെട്ട് തങ്ങളുടെ വീര്യത്തിന് അത്യാപത്തു നേർന്നവരായി, കാര്യസിദ്ധിക്ക് വേണ്ട ശക്തിയറ്റവരായി, നിരാശന്മാരായി തങ്ങളുടെ പരിവാരങ്ങളോടുകൂടെ നാലുപാടും പാഞ്ഞുകളഞ്ഞു. ഉദ്ദിഷ്ട കാര്യത്തെ നിർവഹിപ്പാൻ കഴിവുള്ള ഹേ മുനിശ്രേഷ്ഠ, അതിതേജോമയമായി വിളങ്ങുന്ന അപ്രകാരമുള്ള ഈ വില്ലിനെ ശ്രീരാമലക്ഷ്മണന്മാരുടെ മുമ്പിൽ തന്നെ കൊണ്ടുവന്ന് നിർത്താം. യദ്യസ്യ ധനുഷോ രാമ കര്യാദാരോപണം മുനേ സുധാമയോ നിജാം സീതാം ദദ്യാം ദാശരഥേരഹം. ഹേ മുനിവര, ശ്രീരാമൻ ഈ വില്ലിനെ കുലച്ച് ഞാണേറ്റുമെങ്കിൽ ഗർഭവാസമില്ലാത്തവളും പുത്രിയുമായ സീതയെ ഞാൻ ശ്രീരാമനായിക്കൊണ്ട് പാണിഗ്രഹണം ചെയ്തു കൊടുക്കാം. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ബാലകാണ്ഡേ ഷഷ്ഠിതമ സർഗ 66 സർഗം സമാപ്തം. ഇനി സപ്തഷഷ്ടിതമ സർഗ 67 സർഗം. ധനുർഭഞ്ജനം, ശ്രീരാമൻ വിൽമുറിക്കുന്നത്. ജനകസ്യ വചശ്രുത്വാ വിശ്വാമിത്രോ മഹാമുനി ധനുർദർശയ രാമായ ഇതി ഹോവാച പാർത്ഥിവം. തത സ രാജാ ജനകഃ സജീവാൻ വ്യാധിദേശഃ ധനുരാനീയതാം ദിവ്യം ഗന്ധമാല്യവിഭൂഷിതം. ജനകേന സമാദിഷ്ടാ സജീവാ പ്രാവിശൻ പുരം. തദ്ധനുഃ പുരതഃ കൃത്വാ നിർജഗ്മുഃ പാർത്ഥിവാജ്ഞയാ. നൃണാം ശതാനി 50 മഹാത്മനാം മഞ്ജുഷാമഷ്ടചക്രാം താം സമൂഹുസ്തേ കഥഞ്ജന. താമാദായ തു മഞ്ജുഷാമായസീം യത്ര തദ്ധനു സുരോപമം തേ ജനകമൂജുർനൃപതി മന്ത്രിണഃ. ഇദം ധനുർവരം രാജൻ പൂജിതം സർവരാജഭിഃ. മിഥിലാധിപ രാജേന്ദ്ര ദർശനീയം യദിച്ഛസി. ജനക മഹാരാജാവിൻ്റെ വചനത്തെ കേട്ട് സർവജ്ഞനായ വിശ്വാമിത്ര മഹർഷി രാജാവിനോടായി പ്രകാരം തന്നെ അരുൾ ചെയ്തു. വില്ലിനെ ശ്രീരാമനെ കാട്ടിക്കൊടുക്കുക. അപ്പോൾ ആ ജനക മഹാരാജാവ് മന്ത്രിമാരോടായി ഇപ്രകാരം ആജ്ഞാപിച്ചു. ദിവ്യമായ വില്ല്, ചന്ദനം, പൂമാലകൾ എന്നിവയാൽ അലങ്കരിക്കപ്പെട്ടതായി തന്നെ ഇവിടെ കൊണ്ടുവരപ്പെടട്ടെ. ജനകരാജാവിനാൽ ആജ്ഞാപിക്കപ്പെട്ടവരായ മന്ത്രിമാർ യാഗശാലയിൽ നിന്ന് പട്ടണത്തിൽ പ്രവേശിച്ചു. രാജാജ്ഞപ്രകാരം ആ വില്ലിനെ മുമ്പിൽ വലിപ്പിച്ചുകൊണ്ട് പുറത്തു വന്നു. മഹാകായന്മാരും എത്ര പ്രയത്നപ്പെട്ടാലും ക്ഷീണിക്കാത്തവരും ആയ ആൾക്കാർ 5000 പേരായ അവർ 8 ചക്രങ്ങളാർന്ന ആ വണ്ടിയെ പണിപ്പെട്ട് വലിച്ചു കൊണ്ടുവന്നു. ആ രാജമന്ത്രിമാർ ആ വില്ല വയ്ക്കപ്പെട്ടതായ ഇരുമ്പ് വണ്ടിയെ കൊണ്ടുവന്നു നിർത്തിയ ശേഷം ദേവതുല്യനായ ജനക മഹാരാജാവിനോടായി ഇപ്രകാരം ഉണർത്തിച്ചു. മിഥിലാധിപനായ രാജോത്തമനായ ഹേ മന്നവ, കൊണ്ടുവരേണമെന്ന് നിന്തിരുവടി ആജ്ഞാപിച്ചതായ യാതൊരു ആ സർവ്വരാജാക്കന്മാരാലും പൂജിക്കപ്പെട്ട ഉത്തമധനുസ് ഇതാ. തേഷാം നൃപോ വച ശ്രുത്വാ കൃതാഞ്ജലിരഭാഷത വിശ്വാമിത്രം മഹാത്മാനം തൗ ചോഭൗ രാമലക്ഷ്മണൗ. ഇദം ധനുർവരം ബ്രഹ്മൻ ജനകൈരഭിപൂജിതം രാജഭിശ്ച മഹാവീര്യൈരശക്തൈ പൂരിതും പുരാ. നൈതസുരഗണാ സർവേ നാസുരാ ന ച രാക്ഷസാഃ ഗന്ധർവയക്ഷപ്രവരാ സകിന്നരമഹോരഗാ. ക്വ ഗതിർമാനുഷാണാം ച ധനുഷോസ്യ പ്രപൂരണേ ആരോപണേ സമായോഗേ വേപനേ തോലനേ അഭിവാ. തദേതദ്ധനുഷാം ശ്രേഷ്ഠമാനീതം മുനിപുംഗവ ദർശയൈതന്മഹാഭാഗ
അനയോ രാജപുത്രയോ വിശ്വാമിത്രസ്തു ധർമാത്മാ ശ്രുത്വാ ജനകഭാഷിതം വത്സ രാമധനു പശ്യ ഇതി രാഘവമബ്രവീത് മഹർഷേർവചനാദ് രാമോ യത്ര തിഷ്ഠതി തദ്ധനു മഞ്ജുഷാം താമപാവൃത്യ ദൃഷ്ട്വാ ധനുരഥാബ്രവീത് ഇദം ധനുർവരം ബ്രഹ്മൻ സംസ്പൃശാമീഹ പാണിനാ യജ്ഞവാംശ ഭവിഷ്യാമി തോലനേ പൂരണേ അപി വാ ബാഢമിത്യേവ തം രാജാ മുനിശ്ച സമഭാഷത ലീലയാ സ ധനുർമധ്യേ ജഗ്രാഹവചനാന്മുനേ പശ്യതാം നൃസഹസ്രാണാം ബഹൂനാം രഘുനന്ദന. രാജാവ് അവരുടെ വാക്ക് കേട്ട് ആ രാമലക്ഷ്മണന്മാർ ഇരുവരെയും നോക്കി പിന്നെ കൈകൂപ്പിക്കൊണ്ട് മഹാത്മാവായ വിശ്വാമിത്രമുനിയോടായി ഇങ്ങനെ അരുൾ ചെയ്തു. അല്ലയോ വേദതത്വജ്ഞ, പണ്ട് കുലയിപ്പാൻ കഴിവില്ലാതായിപ്പോയ മഹാശക്തിമാന്മാരായ രാജാക്കന്മാരാലും ജനകന്മാരാലും മാനിക്കപ്പെട്ട ആ ശ്രേഷ്ഠ ധനുസ് ഇത് തന്നെ. ഈ വില്ലിനെ വളയ്ക്കുന്നതിലോ ഞാണേറ്റുന്നതിലോ ശരം തൊടുക്കുന്നതിലോ ഞാൻ വലിച്ചു വിടുന്നതിലോ എടുത്തുലയ്ക്കുന്നതിലോ ദേവഗണങ്ങൾ ആരും കഴിവുള്ളവരല്ല, അസുരരും അല്ല. രാക്ഷസന്മാരും കിന്നരന്മാരോടും മഹോരഗങ്ങളോടും കൂടിയ ഗന്ധർവ ശ്രേഷ്ഠരും യക്ഷശ്രേഷ്ഠരും അല്ല. ഇപ്രകാരം ഇരിക്കെ മനുഷ്യരുടെ ശക്തി ഏതൊരു മൂലയ്ക്ക് മാത്രം. മഹാഭാഗ്യശാലിയായ ഹേ മുനിവര്യ, വില്ലുകളിൽ വെച്ച് ഉത്തമമായ അപ്രകാരമുള്ള ഇത് കൊണ്ടുവരപ്പെട്ടിരിക്കുന്നു. ഈ രണ്ടു രാജകുമാരന്മാർക്കും ഇതിനെ നിന്തിരുവടി കാണിച്ചു കൊടുത്താലും. ജനകമൊഴി കേട്ടരുളിയ ധർമാത്മാവായ വിശ്വാമിത്രമുനി ശ്രീരാഘവനോടായി ഇക്കാര്യത്തിൽ ഇങ്ങനെ അരുളി ചെയ്തു. ഉണ്ണി ശ്രീരാമ, വില്ലിനെ നോക്കൂ. മഹർഷിയുടെ ആജ്ഞപ്രകാരം ശ്രീരാമൻ ആ വില്ല് എതിലുണ്ടായിരുന്നുവോ ആ പെട്ടിയെ തുറന്ന് വില്ലിനെ നോക്കിയ ശേഷം പിന്നെ ഇപ്രകാരം അരുളി ചെയ്തു. സ്വാമി, ഇപ്പോൾ ഈ ഉത്തമ ധനുസിനെ കൈകൊണ്ട് ഞാൻ എടുത്തു നോക്കാം. പൊന്തിച്ചെടുത്ത് കുലയ്ക്കുവാൻ യത്നിക്കുകയും ചെയ്യാം. രാജാവും മുനിവരനും ഒന്നിച്ച ശ്രീരാമനോടായി അങ്ങനെ തന്നെ, സംശയം വേണ്ട എന്ന് അരുൾ ചെയ്തു. ശ്രീ രഘുകുമാരൻ മഹർഷിയുടെ അനുമതിയാൽ അനേകായിരക്കണക്കായ ആളുകൾ നോക്കി നിൽക്കവേ തന്നെ വില്ലിൻ നടുവിൽ നിഷ്പ്രയാസം പിടിച്ച് അതിനെ കയ്യിലേന്തി. ആരോപയത് സധർമാത്മാ സലീലമിവ തദ്ധനു തദ്ബഭഞ്ജ ധനുർമധ്യേ നരശ്രേഷ്ഠോ മഹായശാഃ തസ്യ ശബ്ദോ മഹാനാസേ നിർഘാതസമനിസ്വനഃ ഭൂമികമ്പശ്ച സുമഹാൻ പർവതസ്യേവ ദീര്യതഃ നിപേതുശ്ച നരാ സർവേ തേന ശബ്ദേന മോഹിതാഃ വർജയിത്വാ മുനിവരം രാജാനം തൗ ച രാഘവൗ പ്രത്യാശ്വസ്തേ ജനേ തസ്മിൻ രാജാ വിഗതസാധ്വസഃ ഉവാച പ്രാഞ്ജലിർവാക്യം വാക്യജ്ഞോ മുനിപുംഗവം ഭഗവൻ ദൃഷ്ടവീര്യോ മേ രാമോ ദശരഥാത്മജഃ അത്യത്ഭുതമചിന്യം ച ന തർക്കിതമിദം മയാ ജനകാനാം കുലേ കീർത്തിമാഹരിഷ്യതി മേ സുധാ സീതാ ഭർത്താരമാസാദ്യ രാമം ദശരഥാത്മജം മമ സത്യാ പ്രതിജ്ഞാ ച വീര്യശുൽക്കേതി കൗശിക സീതാ പ്രാണൈർബഹുമതാ ദേയാ രാമായ മേ സുധാ ഭവതോ അനുമതേ ബ്രഹ്മൻ ശീഘ്രം ഗച്ഛന്തു മന്ത്രിണ മമ കൗശികഭദ്രം തേ അയോധ്യാം ത്വരിതാരഥൈഃ. ധർമാത്മാവും മഹാകീർത്തിമാനുമായ പുരുഷോത്തമൻ ആ വില്ലിനെ അലക്ഷ്യമായി തന്നെ കുലച്ചു. അദ്ദേഹം അതിനെ വിൽനടുവിൽ മുറിച്ചു കളഞ്ഞു. അതിൻ്റെ ശബ്ദം ഇടിപോലെ മുഴക്കത്തോടു കൂടിയതായി അതിഗംഭീരമായിരുന്നു. ഒരു വൻമല വെടിച്ച് പൊട്ടിത്തെറിക്കുമ്പോൾ എന്ന പോലെ ഭൂകമ്പവും ഏറ്റം ഉളവായി. മുനിവരനെയും രാജാവിനെയും ആ രണ്ടു രാഘവന്മാരെയും ഒഴിച്ച് മറ്റുള്ള ആളുകൾ എല്ലാം ആ മുഴക്കത്താൽ മൂർച്ഛിച്ചവരായി ഉടനെ നിലത്ത് വീണുപോയി. ആ ജനതതി മയക്കം തെളിഞ്ഞ് എഴുന്നേറ്റ ഉടനെ ചാതുര്യമായി പറവാൻ കഴിവുള്ള രാജാവ് മനോവിചാരമറ്റവനായി മുനിവരനോടായി കൈകൂപ്പിക്കൊണ്ട് ഇപ്രകാരം വാക്യത്തെ അരുൾ ചെയ്തു. ഭഗവാനെ, ഇത് മനസ്സിനഗോചരമായി എനിക്ക് അത്യാശ്ചര്യകരമായിരിക്കുന്നു. എന്നാൽ കരുതപ്പെട്ടതും അല്ല. ദശരഥപുത്രനായ ശ്രീരാമൻ എപ്രകാരമുള്ള വീര്യവാനെന്ന് നല്ലപോലെ അറിയപ്പെട്ടു. ജനകരാജാക്കന്മാരുടെ കുലത്തിൽ എൻ്റെ മകളായി വളരുന്ന സീത ദശരഥ ചക്രവർത്തിയുടെ പുത്രനായ ശ്രീരാമനെ നാഥനായി പ്രാപിച്ച് അതികീർത്തിയെ വഹിപ്പാൻ പോകുന്നു. അല്ലയോ കുശികസുത,
എൻ്റെ പ്രതിജ്ഞയും നിറവേറ്റിയതായി ഭവിച്ചു എന്നതുകൊണ്ട് എൻ്റെ പ്രാണങ്ങളെക്കാൾ വലുതായി കരുതപ്പെട്ടിട്ടുള്ള പുത്രിയും വീര്യത്തിന് സമ്മാനമായി നിശ്ചയിക്കപ്പെട്ടവളുമായ സീത ശ്രീരാമനായിക്കൊണ്ട് പണിഗ്രഹണം ചെയ്ത് കൊടുക്കപ്പെടേണ്ടവൾ തന്നെ. കുശികാത്മജനായ ഹേ ഭഗവാനെ, നിന്തിരിവടിയുടെ അനുമതിയോടുകൂടെ കാര്യങ്ങളെ ശീഘ്രത്തിൽ സാധിപ്പവരായ എൻ്റെ മന്ത്രിമാർ രഥങ്ങളിൽ കയറി ഇപ്പോൾ തന്നെ അയോധ്യയിലേക്ക് പോകട്ടെ. അവിടുത്തെ തിരുവുള്ളമുണ്ടാകണം. രാജാനാം പ്രസ്യതൈർവാക്യൈരാനയന്തു പുരം മമ പ്രധാനം വീര്യശുൽക്കായ കഥയന്തു ച സർവശ മുനിഗുപ്തൗ ച കാഗുസ്തൗ കഥയന്തു നൃപായ വൈ പ്രീയമാണം തു രാജാനമാനയന്തു സുശീഘ്രഗാ കൗശികശ്ച തഥേത്യാഹ രാജാ ചാഭാഷ്യമന്ത്രിണ അയോധ്യാം പ്രേഷയാമാസ ധർമാത്മാ കൃതശാസനാൻ. വീര്യശുൽക്കയായി വയ്ക്കപ്പെട്ടിരുന്ന അവളുടെ കന്യകാദാനത്തെപ്പറ്റിയുള്ള എല്ലാറ്റിനെയും ചക്രവർത്തി തിരുമുമ്പിൽ അവർ ഉണർത്തിക്കട്ടെ. വിനയമാർന്ന വചനങ്ങളാൽ എൻ്റെ നഗരത്തിലേക്ക് എഴുന്നള്ളിച്ച് കൂട്ടിക്കൊണ്ടുവരട്ടെ. ചക്രവർത്തിയോടും ശ്രീരാമലക്ഷ്മണന്മാർ മുനിവരൻ്റെ സംരക്ഷണയിൽ തന്നെ വർത്തിപ്പവരായും തിരുമനസ്സറിയിക്കട്ടെ. മഹാരാജാവിനെ ഇക്കാര്യത്തിൽ മനം കുളിർപ്പിച്ച് അതിശീഘ്രഗാമികളായ അവർ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചു കൊണ്ടുവരട്ടെ. കൗശികമുനിയും അപ്രകാരം തന്നെയാട്ടെ എന്ന് അരുളി ചെയ്തു. ധർമാത്മാവായ രാജാവ് മന്ത്രിമാരെ വരുത്തി വേണ്ടതക്ക കൽപ്പനകൾ നൽകപ്പെട്ടവരായി അയോധ്യാപുരിയിലേക്ക് പറഞ്ഞയച്ചു. ഇത്യാർഷേ ശ്രീമദ് രാമായണേ വാൽമീകിയെ ആദികാവ്യേ ബാലകാണ്ഡേ സപ്തഷഷ്ടിതമ സർഗ 67 സർഗം സമാപ്തം. നമസ്തേ.